ഇത് ഈ കാലഘട്ടത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ഞെട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 18കാരിയായ പാലുകുടി മാറാത്ത ക്രിസ്ത്യാനി പെൺകുട്ടിയെ 30കാരനായ മുസ്ലിം യുവാവ് അടിച്ച് പ്രേമിച്ച് കൊണ്ടുപോയി. അല്ല, ഇതിപ്പോൾ സർവ്വസാധാരണമല്ലേ? പണ്ട് രഹസ്യമായിരുന്നുവെങ്കിൽ ഇന്നിത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമാണ്. ഇടവാക്കർ ഒന്നാകെ ഇളകിമറിഞ്ഞ് പ്രതിഷേധം. ഇങ്ങനെയുള്ള കേസുകൾക്ക് പണ്ടാരോ പറഞ്ഞു ലവ് ജിഹാദ് എന്നൊക്കെ. ഇന്ന് ഇങ്ങനെയുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചാൽ ചിലർക്കൊക്കെ ഹാലിളകും. പിന്നെ അതായി ഇതായി അങ്ങനെയായി ഇങ്ങനെയായി പൊട്ടലും ചീറ്റിലും ആകെ തക്ക തരികിട. എൻ്റെ പ്രിയമുള്ളവരെ, കാലം ഇത്രയേറെ കഴിഞ്ഞിട്ടും ഈ വിഷയത്തെക്കുറിച്ച് വർഷങ്ങളായി കത്തോലിക്ക സഭയും മെത്രാന്മാരും വൈദികരും ക്രിസ്ത്യൻ ചാനലുകളുമൊക്കെ പ്രതികരിച്ചിട്ടും ഇതിനൊരു നടപടി ഉണ്ടായോ? ഉണ്ടാകില്ല. അതാണ് ഉമ്മൻ്റെ കേരളത്തിൻ്റെ പ്രത്യേകത. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? കളം മാറ്റി ചവിട്ടിയേ മതിയാവൂ. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, നിങ്ങളോടാണ് എൻ്റെ ചോദ്യം. 12 വർഷം മതബോധനം പഠിപ്പിച്ച്, കൂദാശകൾ സ്വീകരിച്ച്, ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിച്ച്, കുടുംബ പ്രാർത്ഥനകൾ, ക്രിസ്തുവിനെ പറ്റിയും സഭയെക്കുറിച്ചും ഇത്രമാത്രം വാരിക്കോരി യൂട്യൂബിലൂടെയും ധ്യാന കേന്ദ്രങ്ങളുടെയും ഒക്കെ വചനങ്ങൾ വാരി വിതറിയിട്ടും പെട്ടെന്നൊരു നിമിഷത്തിൽ ഒരുത്തൻ കൈകൊട്ടി വിളിക്കുമ്പോൾ ഇറങ്ങിപ്പോകണമെങ്കിൽ ആ വ്യക്തി സ്വന്തം ജീവിതത്തിൽ നേടിയെടുത്ത വിശ്വാസത്തിൻ്റെ മൂല്യമെന്ത്? ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിക്കാതിരുന്നാൽ ഒരു കുന്തവുമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഓർക്കണം, 10 മാസം നൊന്ത് പ്രസവിച്ച്, പാടത്തിനോട് പറമ്പിനോട് മല്ലടിച്ച്, മാമോദിസ കൊടുത്ത്, ദൈവമക്കളെ ക്രിസ്തുവിന് സാക്ഷികളായി നാടിനും വീടിനും സഭയ്ക്കും രാജ്യത്തിനും ഈ ലോകത്തിനും നന്മ ചെയ്യേണ്ട നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ചില നരാധമന്മാർ പിച്ച് ചീന്തുവാൻ വിട്ടുകൊടുക്കുമ്പോൾ മാതാപിതാക്കളെ, നിങ്ങൾ ഒരിക്കലും സഹതപിക്കരുത്. നഷ്ടപ്പെടുത്തിയ നിങ്ങളുടെ ഒരായുസ്സിനെ ഓർത്ത്. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ സ്വന്തം കുടുംബത്തിൽ ചിലതൊക്കെ ഇന്നു മുതൽ ആരംഭിച്ചേ മതിയാവൂ. ഏതായാലും നമ്മുടെ ജോസഫ് വയലി CMI അച്ഛനെ ഈ കാര്യത്തിൽ ചിലതൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. പ്രേമം നടിച്ച് കത്തോലിക്ക പെൺകുട്ടികളെ വഴിതെറ്റിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ കേൾക്കുന്നത് ആദ്യമൊന്നുമല്ല. പക്ഷേ പണ്ടൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നുവെന്ന് തോന്നുന്നു. എന്നാൽ ഇന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രേമം നടിച്ച് നിരവധി പെൺകുട്ടികളെ ചതിച്ചതിൻ്റെ വിവരങ്ങൾ നാം അറിയാൻ ഇടവരുന്നുണ്ട്. പക്ഷേ അതധികം വാർത്തയാകുന്നില്ല. ഒരു ക്രിസ്ത്യാനി ഒരു അക്രൈസ്തവ പെൺകുട്ടിയെ പ്രേമം നടിച്ച് ചതിച്ച സംഭവം പുറത്തായാൽ എന്തുമാത്രം വാർത്താ പ്രാധാന്യം കിട്ടുമായിരുന്നു. ചാനലുകളുടെ പ്രൈം ടൈം ചർച്ചകൾക്ക് വിഷയമാകുമായിരുന്നു. പത്രങ്ങളിൽ തലക്കെട്ടുകളും എഡിറ്റോറിയലുകളും നിറയുമായിരുന്നു. സർവ്വ വിമർശകരെയും ചാനലുകൾ അന്തിച്ചർച്ചയ്ക്ക് ഒന്നിച്ചു കൂട്ടുമായിരുന്നു. പക്ഷേ അന്യമതസ്ഥർ ക്രിസ്ത്യൻ കുട്ടികളെ ചതിപ്പിച്ച് നശിപ്പിച്ചാൽ ഒരു ചെറിയ വാർത്തയായി പോലും മിക്ക മാധ്യമങ്ങളിലും വരുന്നില്ല. ഇതാണ് തിരിച്ചു വ്യത്യാസം. ഈ തിരിച്ചു വ്യത്യാസത്തിൽ നിന്ന് തന്നെ ഉള്ളിലിരിപ്പ് അറിയാം. കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് നാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. അന്യമതസ്ഥരായ, പ്രത്യേകിച്ച് ഒരു മതവിവാഹക്കാരായ ചെറുപ്പക്കാർ ക്രിസ്ത്യൻ പെൺകുട്ടികളോട് പ്രേമം നടിക്കുന്നു. ആ കെണിയിൽ പെൺകുട്ടികൾ വീഴുന്നു, ലൈംഗിക ചൂഷണം നടക്കുന്നു, നഗ്നചിത്രങ്ങളും മറ്റും പകർത്തുന്നു. പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തുക. എല്ലാ തരത്തിലും ചൂഷണം തുടരുന്നു. തട്ടിക്കൊണ്ടുപോകുന്നു, മതം മാറാൻ നിർബന്ധിക്കുന്നു, മതം മാറ്റുന്നു. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ജീവിതം തീർന്നിരിക്കും, ഇരുളിലായിരിക്കും. ഒളിച്ചോടുന്നവരുടെ സ്ഥിതിയും ഇങ്ങനെ തന്നെ. കേവലം എന്തുകൊണ്ടും സുരക്ഷിതമായ നാടാണ് എന്ന് നാം കരുതിയിരുന്നു. ഇപ്പോഴും അത് മയക്കുമരുന്നും ലോബിയുടെയും ലഹരി മരുന്നുകളുടെയും കള്ളക്കടത്തുകാരുടെയും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരുടെയും നാടായി നമ്മുടെ കേരളം മാറുകയാണ്. പെൺകുട്ടികളെ ചതിച്ചു കൊണ്ടുപോയി നശിപ്പിക്കുന്നതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുത്തേ മതിയാവൂ. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമാണ്. അത് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്നെനിക്കറിയാം. പലരും വിമർശിച്ചിട്ടുണ്ടാവാം. പക്ഷേ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. കാര്യം ഇതാണ്: ക്രിസ്ത്യാനി പെൺകുട്ടി എന്തിനാണ് ഈ കെണിയിൽ വീഴാൻ വഴിയൊരുക്കുന്നത്? അവരുടെ മാതാപിതാക്കൾ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കുകയില്ലേ? മാതാപിതാക്കൾ അവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തി നൽകുകയില്ലേ? ദൈവത്തെക്കാളും മാതാപിതാക്കളെക്കാളും എന്തിനാണ് ഈ പെൺകുട്ടികൾ വല്ലവരെയും വിശ്വസിക്കുന്നത്? അവരും ഇവരും വിളിക്കുമ്പോൾ കള്ളത്തരം കാണിച്ച് പാർക്കിലും തിയേറ്ററിലും ഹോട്ടലിലും മറ്റും പോകുന്നത് എന്തിനാണ്? ഒരിക്കലും ഒരു ബസ് യാത്രയിലുണ്ടായ അനുഭവം ഞാൻ ഓർക്കുന്നു. രാത്രി യാത്ര നടത്തുന്ന ദീർഘദൂര ബസ്സാണ്. ഹോസ്റ്റലിൽ താമസിച്ച് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി 2 ദിവസത്തേക്ക് മറ്റോ ഒളിച്ചോടുകയാണ്.
ഡേ സ്കോളേഡ് പെൺകുട്ടികൾ കോളേജ് വിട്ടു പോകുന്ന തിരക്കിന്റെ കൂടെ ഈ പെൺകുട്ടിയും ആരും കാണാതെ പുറത്തിറങ്ങി. ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകാൻ അനുവാദം വേണം. ഗേറ്റിൽ സെക്യൂരിറ്റിക്കാരുമുണ്ട്. ഈ തടസ്സങ്ങൾ മാറിക്കടക്കാനാണ് ഡേ സ്കോളേഡിന്റെ കൂടെ ഒളിച്ച് പുറത്ത് കിടന്നത്. എങ്ങനെയോ ടൗണിലെത്തി ഈ ബസ്സിൽ കയറി എൻ്റെ മുന്നിലുള്ള സീറ്റിൽ ഇരുന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം എന്നിട്ട് അവൾ രഹസ്യമായി കാത്തു നിൽക്കുന്ന ആളോട് പറയുന്നു. അവൻ കാമുകനായിരിക്കണമല്ലോ. രാത്രിയിൽ ഏതോ സ്റ്റോപ്പിലിറങ്ങും, അവൻ കാത്തു നിൽക്കും, എങ്ങോട്ടോ പോകും. തിങ്കളാഴ്ച ഒന്നും അറിയാത്ത നല്ല കുട്ടിയായി വീണ്ടും ക്ലാസ്സിലും ഹോസ്റ്റലിലും എത്തും. ചോദിച്ചാൽ വീട്ടിൽ പോയിരുന്നു, പറയാൻ പറ്റിയില്ല എന്ന മറുപടിയും. അവളെ അടക്കി പിടിച്ച സംസാരത്തിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. തന്നെ ചതിച്ചു, തൻ്റെ ഫോട്ടോ എടുത്തു, തന്നെ ഭീഷണിപ്പെടുത്തുന്നു, തൻ്റെ ജീവിതം തകർത്തു എന്നൊക്കെ പിന്നീട് ഈ പെൺകുട്ടി ആരോപണം പറഞ്ഞിട്ട് എന്ത് ഫലം? അവൾ ഇത്തരം കള്ളത്തരങ്ങൾ കാണിച്ചതുകൊണ്ട് കൂടിയല്ലേ അവൾക്ക് ഇത്തരം ഗതി വരാനിരിക്കുന്നത്. അടുത്ത കാലത്ത് ഒരു ബംഗളൂരു കഥ, കേരളത്തിൽ നിന്നുള്ള ഏതാനും ക്രിസ്ത്യാനി പെൺകുട്ടികളുടെ കഥയാണത്. എങ്ങനെയോ അവർ ഹോസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഗേറ്റിന്റെ താക്കോൽ സംഘടിപ്പിച്ചു. ഹോസ്റ്റൽ സ്റ്റാഫ് ആരെയോ സ്വാധീനിച്ചോ പണം കൊടുത്തോ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിയതാവണം. എല്ലാവരും കിടന്നു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടർ പുറത്തിറങ്ങി. ഹോസ്റ്റൽ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെ മതിലിൽ കയറി മതിലിന് പുറത്ത് മോട്ടോർ സൈക്കിളുമായി ചങ്ങാതിമാർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മതിലിൽ നിന്ന് അവരുടെ തോളിലേക്ക്, അവിടെ നിന്ന് മോട്ടോർ സൈക്കിളിലേക്ക്, പിന്നെ എങ്ങോട്ടോ എല്ലാവരും കൂടെ പോയി. എന്തിനായിരിക്കാം? നേരം വെളുക്കുന്നതിന് മുമ്പ് പുറത്തുപോയ അഭയമാർഗത്തിൽ അകത്തും കയറി. രാവിലെ എല്ലാവരോടുമൊപ്പം എല്ലാ കാര്യത്തിലും ഉണ്ട്. സമയത്ത് ക്ലാസ്സിലും എത്തി. എന്ത് പറയുന്നു ഈ പെൺകുട്ടികളെ പറ്റി? അവർ നശിച്ചു പോകുന്നതിന് വഞ്ചിക്കപ്പെട്ടാൽ അതിന് പ്രധാന ഉത്തരവാദികൾ പ്രേമം നടിക്കുന്ന ചങ്ങാതിമാരോ അതോ ഈ പെൺകുട്ടികൾ തന്നെയോ? അതിനാൽ ചതിയിൽപ്പെടാൻ പെൺകുട്ടികൾ നിന്നു കൊടുക്കരുത്. പ്രേമിച്ചും പ്രേമം നടിച്ച് നുണ പറഞ്ഞും ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയും പലരും വരും. പലരും പലരെയും അയക്കും. പെട്ടു പോകരുത്. ചതിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തനി സ്വഭാവം കാണിച്ചല്ലോ അടുത്തുകൂടുന്നത്. തനി സ്വഭാവം അറിഞ്ഞാൽ ആരെങ്കിലും കൂടെ പോകുമോ? അവർ അഭിനയിക്കുകയാണ്. നമ്മുടെ മക്കൾ പെട്ടുപോകുന്നു. അതിനാൽ പെൺകുട്ടികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം, വിവേകം കാണിക്കണം, ആത്മസംയമനം കാണിക്കണം, സ്വന്തം ഭാവിയെപ്പറ്റി കരുതലുള്ളവരായിരിക്കണം. സ്വന്തം ജീവനെ അന്യന്മാർ വട്ടുതട്ടാൻ വഴിയുണ്ടാക്കി കൊടുക്കരുത്. യേശുവിനെ മറക്കരുത്. യേശുവിനെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയരുത്. വിശ്വസിക്കാവുന്ന ദൈവത്തെയും കുടുംബത്തെയും തള്ളിപ്പറഞ്ഞ് വിശ്വസിക്കാൻ കൊള്ളാത്ത ചതിയന്മാരായ പ്രേമിച്ചും പ്രേമം അഭിനയിച്ചും നടക്കുന്ന വല്ലവരെയും വിശ്വസിച്ച് അവിവേകം കാണിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ശേഷം വിലപിച്ചതുകൊണ്ടോ ചതിച്ചവനെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടോ ജീവിതം രക്ഷപ്പെടില്ലല്ലോ മക്കളെ. നല്ലൊരു ഭാവി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടല്ലോ. അത് തല്ലിക്കെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു. മാതാപിതാക്കളും കൂടുതൽ ജാഗ്രതയും പ്രാർത്ഥനയും ഉള്ളവരായി മാറേണ്ടതും ഉണ്ട്. ഈ ഗൂഢപദ്ധതിയെ നമ്മൾ പരാജയപ്പെടുത്തിയേ മതിയാവൂ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലവ് ജിഹാദിനെ കുറിച്ച് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തട്ടെ. കണ്ട നീ അവിടിരി, കേട്ട ഞാൻ പറയാമെന്ന മട്ടിലായിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ. നിർബന്ധിത മതപരിവർത്തനം ലക്ഷ്യമിട്ട് കത്തോലിക്ക പെൺകുട്ടികളെ പ്രണയം നടിച്ചും ചതിച്ചും വിവാഹം ചെയ്തു കൊണ്ടുപോകുന്ന പ്രണയക്കെണികൾ കേരളത്തിൽ ശക്തമാകുന്നതായി സീറോ മലബാർ സഭയുടെ 2020 സിനഡിലെത്തിയ മെത്രാന്മാർ ഓരോ രൂപതയിലെയും അനുഭവങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അന്ന് ഈ സമൂഹത്തോട് പറഞ്ഞത്, മതേതരത്വത്തിന്റെ മൊത്തക്കച്ചവടം നടത്തുന്നവരിൽ പലർക്കും അന്ന് പിടിച്ചില്ല. അങ്ങനെ ഒന്നില്ല എന്ന് വരുത്തി തീർക്കുവാൻ വല്ലാത്ത ശ്രമത്തിലുമായിരുന്നു അവർ. ലവ് ജിഹാദ് എന്നൊരു പദപ്രയോഗം സിനഡ് പിതാക്കന്മാർ നടത്തിയിട്ടില്ല എന്നതും അന്ന് ശ്രദ്ധേയമായിരുന്നു. കത്തോലിക്ക സമൂഹത്തിൽപ്പെട്ട യുവാവിന് വിവാഹം കഴിച്ചെങ്കിലും പഴയ മതത്തിൽ തന്നെ എന്ന് വ്യക്തമാക്കുന്ന വിധം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പറയാതെ വയ്യാത്ത വിധം തിക്കുമുട്ടലുണ്ടാക്കി സിനഡിന്റെ ആ നിലപാട്. അവർ പറയാതെ വയ്യാത്തതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ കേരളത്തിലെ 2 ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാക്കുന്ന വിധമായി അന്നത്തെ ആ ജൽപ്പനങ്ങൾ. ക്രൈസ്തവ സമൂഹം ഇസ്ലാം സമൂഹത്തെ ഒറ്റുകൊടുക്കുന്നു എന്ന മട്ടിൽ പറഞ്ഞു വെച്ചു ആ വിപ്ലവകാരി. ആർക്കും കൊട്ടാവുന്ന ചെണ്ട പോലെയായിട്ടുണ്ട് ക്രൈസ്തവ സമുദായം എന്ന് എല്ലാവർക്കും അറിയാം. പറയാതെ വയ്യാതെ വല്ലാതെ വളർന്ന കാലത്ത് സ്ഥിരം ആക്രമിക്കപ്പെട്ടിരുന്ന ഒരു കൂട്ടർ ഒരു ഒളിക്യാമറ കളിയൊക്കെ നടത്തി ഒന്ന് പേടിപ്പിച്ചത് നാട്ടുകാർ അറിഞ്ഞു. പോലീസ് കേസൊക്കെ കൊടുത്തു. കുറേ കാലത്തേക്ക് അനക്കമൊന്നും കേട്ടില്ല കേട്ടോ. ഇപ്പോൾ ക്രൈസ്തവരോടായി കലിപ്പ്. അവരാകുമ്പോൾ ഒളിക്യാമറയുമായി നടക്കില്ല, ചാനൽ അടിച്ചു തകർക്കില്ല. അതുകൊണ്ട് സിനിമാക്കാർക്കായാലും ചാനലുകാർക്കായാലും കൊട്ടി രസിക്കാൻ പറ്റിയ ചെണ്ടയാണ്, നല്ല മിടുക്കാണ് ക്രൈസ്തവർ. തെരഞ്ഞെടുപ്പ് കാലത്ത് അരമനകൾ കയറിയിറങ്ങി ജാതി പറയാതെയൊക്കെ പറഞ്ഞ് വോട്ട് നേടി സ്വന്തം വിജയം ഉറപ്പാക്കിയ ഒരു MP ഉണ്ടായിരുന്നു അന്ന്. അദ്ദേഹവും കൊടുത്തു സിനഡ് പ്രഖ്യാപനത്തിനിട്ട് ഒരു കൊട്ട്. അദ്ദേഹം ജനാധിപത്യ മുന്നണിയുടെ അമരക്കാരനുമാണ്.
സിനഡ് പറഞ്ഞ ഈ ലവ് ജിഹാദ് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തുവാൻ അദ്ദേഹം ലോകസഭയിൽ ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഉണ്ടോ? കേന്ദ്രമന്ത്രിക്ക് ലവ് ജിഹാദ് എന്താന്ന് പോലും അറിയില്ല. രണ്ട് മിശ്ര വിവാഹങ്ങളെക്കുറിച്ച് എന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രം അന്ന് അദ്ദേഹം സഭയിൽ പറഞ്ഞു. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന പ്രഖ്യാപനവുമായി ആ എംപി സോഷ്യൽ മീഡിയയിൽ വന്നു. മാധ്യമതാരം പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും പറയാതെ വയ്യെന്നായി. പണ്ടൊക്കെ മതേതരത്വം സംരക്ഷിക്കുവാൻ എന്ന ന്യായം പറഞ്ഞ് പലതും പറയണ്ട എന്ന് കരുതിയിട്ടുള്ള സഭാ നേതൃത്വം പക്ഷേ ഇക്കുറി നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. സിനഡ് ഒന്നും അറിയാതെ ഇറക്കിയ പ്രസ്താവന അല്ലെന്നും വിവിധ രൂപതകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നടത്തിയ പ്രസ്താവനയാണ് എന്നും അന്ന് തീർത്തു പറഞ്ഞു. പ്രണയ വിവാഹം കഴിച്ച് നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്നവരെ കുറിച്ചല്ല ലവ് ജിഹാദിൽ പെട്ടവരെന്ന് പറയുന്നത്. വിവാഹം കഴിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ സിറിയയിൽ ജയിലിൽ കിടക്കുന്നവരൊക്കെ ഉണ്ട്. ഇത്തരം കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. പ്രണയ വിവാഹം കഴിഞ്ഞ് അധികം വൈകുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികളെ കുറിച്ചാണ് പറയുക. കേരള സഭയുടെ ജാഗ്രതാ കമ്മീഷൻ 2009 മുതൽ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പച്ചയായ സത്യങ്ങൾ. അതിന്റെ അമരക്കാരനായിരുന്ന വൈദികൻ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഇങ്ങനെ വിവാഹം കഴിച്ച ശേഷം ആത്മഹത്യ നടത്തിയ 8ഓളം സ്ത്രീകളുടെ ശരീരത്തിന്റെ ചില ഭാഗത്ത് മതചിഹ്നം മുദ്ര കുത്തിയിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടതിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്നു. അത്തരക്കാർ ഇല്ലെന്ന് പറയുന്നവർക്ക് സിറിയയിലുണ്ടെന്ന് മാധ്യമങ്ങളിൽ വന്ന സോണിയ എറണാകുളത്ത് പഠിച്ചിരുന്നവളായിരുന്നു എന്ന് അറിയില്ലെന്നുണ്ടോ? അടുത്ത കാലത്ത് കൊല്ലപ്പെട്ട ഈവ ആന്റണിയെ അറിയില്ലെന്നുണ്ടോ? കുടുംബങ്ങൾ കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്ന വിവാഹങ്ങളാണ് കൂടുതൽ ദൃഢവും ശക്തമെന്ന് വിശ്വസിക്കുന്നവർ പ്രണയ വിവാഹത്തെ അനുകൂലിക്കുന്നുമില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്ന് പറയുന്നവർക്കുള്ള അവകാശം പ്രണയിച്ചുള്ള വിവാഹം ശരിയല്ല എന്ന് പറയുന്നവർക്കും അനുവദിക്കുന്നതല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യം? പ്രണയ വിവാഹം രണ്ട് മതത്തിൽപ്പെട്ടവർ തമ്മിലാകുമ്പോൾ പ്രണയ വിവാഹത്തെ എതിർക്കുന്നവർ മാത്രമല്ല സമുദായത്തെ സ്നേഹിക്കുന്നവരും അതിനെതിരെ പ്രതികരിക്കും. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ഓരോ സമുദായവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ സമുദായം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആകുലരാകുന്നില്ലെങ്കിൽ അവർക്ക് സമുദായ സ്നേഹമുണ്ടെന്ന് പറയാനാകുമോ? ഇതെല്ലാം ഉണ്ടെങ്കിൽ പ്രണയപ്പനി പിടിച്ചവർ ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വിവാഹം കഴിക്കുകയോ കഴിക്കാതെ ഒത്തുവസിക്കുകയോ അങ്ങനെ ഒത്തുവസിക്കുന്ന കാലത്ത് പഴയ കാമുകിനെയും ഒക്കെ തേടിപ്പോകുകയും ചെയ്യുന്ന സംഭവങ്ങൾ മാധ്യമങ്ങളിൽ കാണാറുണ്ട്. ഞങ്ങൾ ചെയ്തതല്ല, അതേക്കുറിച്ച് നിങ്ങൾ പറയുന്നതാണ് തെറ്റെന്ന മട്ടിൽ അവരെ കുറ്റപ്പെടുത്തുന്നതും അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെ. പക്ഷേ അതൊരു സമുദായം വേറൊരു സമുദായത്തെ ഒറ്റുകൊടുക്കുന്നതാകുന്നത് എങ്ങനെ ഭർത്താവിനോട് ഭാര്യയോ ഭാര്യയോട് ഭർത്താവോ ഒക്കെ അവിശ്വസ്ത പുലർത്തുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന കാലമായിട്ടുണ്ട് ഈ കാലഘട്ടം എന്ന് പറയാതെ വയ്യ.